ഇപ്പോൾ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. ആനയൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആനയെ പാപ്പാന്മാർ തന്നെ തളയ്ക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഒരു ഭീതി സാഹചര്യം ഉണ്ടായിരിക്കും ആന ഇടഞ്ഞപ്പോൾ. മറ്റാർക്കെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ആന ഇടഞ്ഞത് ആളുകളെ ആശങ്കാകുലരാക്കി. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തപ്പെട്ടത്. ആനയൂട്ടിനിടെ 11 ആനകളെ അണിനിരത്തിയാണ് ആനയൂട്ട് നടത്തപ്പെട്ടത്. ആനയൂട്ട് നടക്കുന്നതിനിടെ കൊട്ടാലയ്ക്കൽ ക്ഷേത്രനടയിൽ ഒരു ആന തൊഴാനെത്തി. കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയാണ് എത്തിയത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അമ്പാടി മഹാദേവൻ എന്ന മറ്റൊരു ആനയെ കൂടി ഈ ആന കുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതോടുകൂടി കൊളക്കാടൻ അമ്പാടി ആന തിരിഞ്ഞു മാറുകയും കൊളക്കാടൻ ഒരു അക്രമാസക്തനായ രൂപത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ആ സ്ഥലത്തുണ്ടായിരുന്ന മറ്റാനകളെ പാപ്പാന്മാർ ചേർന്ന് അവിടെ നിന്ന് മാറ്റുകയും ഈ ഇടഞ്ഞ കുട്ടിശങ്കരനെ നിയന്ത്രിക്കാനാവുകയും ചെയ്തു. പാപ്പാന്മാർ പിന്നീട് ഈ അമ്പലപ്പറമ്പിൽ നിന്നും ആനയെ തിരക്കൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി. ആന ഇടഞ്ഞതോടുകൂടി ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടി. ചില ആളുകൾ നിലത്ത് വീണും മറ്റും നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ആർക്കും ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല. സമീപത്തെ താൽക്കാലിക കടകളിലും ചെറിയ നാശനഷ്ടങ്ങൾ ആന വിരണ്ടോടിയതിനെ തുടർന്ന് അല്ലെങ്കിൽ ആളുകൾ വിരണ്ടോടിയതിനെ തുടർന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. ആനയെ നിയന്ത്രിച്ചിട്ടുണ്ട്. അവിടെ നിന്നും അടുത്ത ആനയെ താമസിപ്പിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളും ഈ ആന ഉടമസ്ഥരും ദേവസ്വവും ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഈ സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. യുജീഷ്.